നെല്ലിക്കയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഒന്ന് നെല്ലിക്ക വെച്ചിട്ട് ഒരു നെല്ലിക്ക ചോറാണ് ഉണ്ടാക്കാൻ പോണത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെല്ലിക്ക ചോറ് ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 വറ്റൽമുളക്, കുറച്ച് വേപ്പില. ഇനി വേണ്ടത് നെല്ലിക്കയാണ്. 5 നെല്ലിക്ക ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടി വന്നപ്പോൾ 2 വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. വറ്റൽമുളകൊന്ന് മൂത്ത് വന്നപ്പോൾ 2 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പച്ചമുളകും ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഇഞ്ചി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വഴറ്റാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുക്കാം. നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നെല്ലിക്ക ഒന്ന് കുക്കായി കിട്ടണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നെല്ലിക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും നെല്ലിക്ക വളരെ നല്ലതാണ്. 5 മിനിറ്റൊക്കെ വഴറ്റി കഴിഞ്ഞപ്പോൾ നെല്ലിക്ക നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മട്ടേരിയുടെ ചോറാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ മെഷർ ചെയ്ത് 5 കപ്പ് ചോറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ സവാള വഴറ്റാൻ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നെല്ലിക്ക വളരെ നല്ലതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ചോറിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നെല്ലിക്കച്ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസായിട്ട് അറിയിക്കണം. താങ്ക്